ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ബാങ്കിൽ എങ്ങനെ പൈസ FD ആയിട്ടിട്ട് നമുക്ക് അതിന് പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് ഒരു FD പോലെ ഇട്ട് എങ്ങനെ നമുക്കൊരു പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാനതിന് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബൈനാൻസ് ആണ്. ബൈനാൻസിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ലോകത്തിൽ തന്നെ ടോപ്പായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. നല്ല ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. ഇതിനകത്ത് ഒറ്റ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് P2P വഴി കോയിൻസ് മേടിച്ച് ചെയ്യാവുന്നതാണ്. ബാക്കി ഞാൻ ഇതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് പറയുന്നത് സ്റ്റേക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് ക്രിപ്റ്റോ കറൻസി നമുക്ക് FD പോലെ ഇട്ട് സ്റ്റേക്ക് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ റവന്യൂ ഉണ്ടാക്കാമെന്ന് ഞാൻ ലൈവായിട്ട് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ എടുക്കേണ്ട സ്ഥലം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റേക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടക്കാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെയല്ല നിങ്ങളുടെ ഹോം പേജിൽ അത് കിടക്കണമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അതിന് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ സ്റ്റേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കിടക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ആ ഹോം പേജ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ പല ആൾക്കാർക്കുള്ള പ്രോബ്ലമാണ്. അവർ നോക്കുമ്പോൾ കാണുന്നില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. ഇവിടെ നിങ്ങൾക്കൊരു എഡിറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓർണം അതിനകത്തുള്ള ഒരു ഓപ്ഷൻ വേണ്ട, നമുക്കിങ്ങനെ മൈനസ് ചെയ്ത് കളയാം. നമുക്കത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഫിയാറ്റ് ഓർഡേഴ്സ് എന്നുള്ള ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ആയി കഴിഞ്ഞാൽ ഇതിവിടെ വരും. അത് കഴിഞ്ഞിട്ട് ഈ മുകളിലുള്ള ഈ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അത് ഓക്കെ, നമുക്കിവിടെ അത് വീണ്ടും വിട്ടുപോയി. എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മുകളിൽ ഇവിടെ ഡൺ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സേവ് ആവും. പിന്നെ നമ്മളിവിടെ വന്നു പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ഓർഡർ എന്നുള്ള കിടക്കണം. അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് എന്നുള്ളതും അവിടെ തന്നെ നമുക്ക് പ്ലസ് ചെയ്തിടാം. ഇത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫീച്ചറാണ് ശരിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി എൻ്റെ കുറച്ച് ഷിബു, അതായത് ഏകദേശം 5 ലക്ഷത്തോളം ഷിബു സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അത് എടുക്കുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാലറ്റ് എന്നുള്ള അടിയിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ട് വരുന്നത് ഓവർവ്യൂ എന്നുള്ള പേജായിരിക്കും. നമ്മളതിനെ സ്വിച്ച് ചെയ്ത് നമുക്കിവിടെ ലാസ്റ്റിലായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാറ്റുവാണ് ഏണിങ്സ് എന്നുള്ളൊരു ടാബ് കാണാൻ പറ്റും. അതായത് ബൈനാൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളുടെ അതും പലതരം വാലറ്റ് ഉണ്ടാവും. ഒന്ന് ട്രേഡിനുള്ള വാലറ്റ് ഉണ്ടാവും, പിന്നെ ഓവർവ്യൂ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം, പിന്നെ മാർജിനാണ്, അങ്ങനെ വേറെ സെപ്പറേറ്റ് വാലറ്റ് ഉണ്ടാവും. നമ്മുടെ ഏണിങ്സ് എന്നുള്ള വാലറ്റിൽ പോവുക. ഇവിടെ കാണാൻ സാധിക്കും ഏണിങ്സ് വാലറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ ഷിബു ഒരു 5 ലക്ഷവും പിന്നെ ഒരു 5200 രണ്ടെണ്ണം സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസം ചെയ്തേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആപ്ലിക്കബിളായ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് 10.12 ആണ് കിട്ടുന്നത്. ഇത് 10 ദിവസത്തേക്കാണ് ചെയ്തത്. ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര ദിവസത്തേക്കാണ്. ഓക്കെ, ഞാൻ ഇത് തന്നെ പറഞ്ഞു. നമ്മുടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് 10.12. ഒരു ബാങ്കിൽ FD ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടാൻ 6-7% ആവറേജ് കിട്ടുന്നത്. ഇത് നമ്മൾ 10 ദിവസത്തേക്ക് ഏകദേശം 5 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 5 ലക്ഷം ഷിബു മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു 1000 രൂപയോളം വേണം. 1000 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തേക്ക് ആനുവൽ റിട്ടേൺസ് ആയിട്ട് 10.12% കിട്ടും. അതായത് ഡെയിലി നമുക്ക് ഏകദേശം ഞാൻ പറയാം 5 ലക്ഷം ഷിബുവിന് എനിക്ക് കിട്ടുന്നത് ക്യുമുലേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ടോട്ടലിൻ്റെ ഫിഗറിൽ ഓക്കെ ഇത്ര ദിവസം, അതായത് 10 ദിവസത്തിൽ 6 ദിവസം കഴിഞ്ഞു. 6 ദിവസം കഴിഞ്ഞത്തേക്കും കിട്ടിയത് 831 കിട്ടിയത്. ഇനി നെക്സ്റ്റ് ഡേയിൽ എനിക്ക് 138 ഷിബൂസ് കിട്ടും. ബാങ്കിൽ നമ്മൾ പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന പൈസയാണ്. ഇവിടെ നമ്മൾ കോയിൻസാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് കോയിൻസ് തന്നെയാണ് എക്സ്ട്രാ കിട്ടുന്നത്. അപ്പോൾ അത്രയും കോയിൻസ് ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ സ്റ്റേക്ക് ചെയ്ത് പോരുന്നതാണ്. ഞാൻ മേടിച്ചത് 5 ലക്ഷം ഷിബു തന്നെയായിരുന്നു പണ്ട് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റേക്ക് ചെയ്ത് കിട്ടി വന്ന കോയിൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ നിങ്ങൾ അടുത്ത് കാണുന്നില്ലേ, ഈ ഏകദേശം 5200 ഷിബു എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ഈ 5200 ഷിബു എന്ന് പറഞ്ഞ് നിങ്ങൾ കാണണേ. ഇത് എനിക്കിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണത്.
5 ലക്ഷം എൻ്റെ ക്യാപിറ്റലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഈ ക്യാപിറ്റൽ മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും തിരിച്ച് വിഡ്രോ ചെയ്താലും ഈ കടന്ന് എനിക്ക് വീണ്ടും ഇങ്ങനെ സ്റ്റേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പാസീവായിട്ട് ഇൻകം നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മുടെ ഹോം പേജിൽ തന്നെ പോയി സ്റ്റേക്ക് എന്നുള്ള ഓപ്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്യുവാണ്. സ്റ്റേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം പല അഡ്വർടൈസ്മെൻറ്റ്സ് കാണാൻ പറ്റും പല സ്റ്റേക്കിങ്ങിൻ്റെ. ഈ സ്റ്റേക്കിംഗ് ചെയ്യണതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്താ ചെയ്യുന്നത്, ആ പൈസ എടുത്തുകൊണ്ടുപോയി വേറൊരാൾക്ക് ലോൺ കൊടുത്തു അയാളുടെ കയ്യിൽ നിന്ന് കൂടിയ പൈസയ്ക്ക് ലോൺ കൊടുത്തിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് മേടിക്കും. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു 5% ആണ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നെങ്കിൽ, ബാങ്കിൽ ചിലപ്പോൾ ലോൺ കൊടുക്കുന്ന ആൾക്ക് അയാളുടെ നിന്ന് മേടിക്കുന്ന 10% ആയിരിക്കും. അപ്പോൾ ബാക്കി വരുന്ന 5% ബാങ്കിൻ്റെ പ്രോഫിറ്റ്. അങ്ങനെ തന്നെയാണ് അതേ ഓൾമോസ്റ്റ് കൺസെപ്റ്റാണ് ഈ കോയിൻ്റെ കേസിൽ നടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന കോയിൻസ് ഇവർ കോയിൻ മൈൻ ചെയ്യാനും ബ്ലോക്കുകൾ പുതിയത് ക്രിയേറ്റ് ചെയ്യാനും, പുതിയത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൈൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള അവർക്ക് ഏർണിങ്സ് റിവാർഡ് കൊടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്ത്, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അവർ മൈൻ ചെയ്തപ്പോൾ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാക്ട്ലി ഇതല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു മൈൻ ചെയ്യണമെങ്കിൽ ഒരു മെഷീൻ വേണം. ആ മെഷീൻ മേടിക്കാൻ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് അതായത് മെഷീൻ മേടിക്കാൻ വേണ്ടി യൂസ് ചെയ്തു, അതായത് അതിൽ നിന്ന് വെച്ച് പുതിയ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്ത് മൈൻ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ റവന്യൂ കോയിൻസ് ജനറേറ്റ് ആവുകയാണല്ലോ. ആ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് തിരിച്ചു തരും. അതാണ് ശരിക്കും സ്റ്റേക്കിങ് സംഭവിക്കുന്നത്. പിന്നെ സ്റ്റേക്കിങ് ചെയ്യുന്നതുകൊണ്ട് ആ കോയിൻസിന് ലിക്വിഡിറ്റി കൂടുന്നുണ്ട്, അപ്പോൾ കൂടുതൽ ട്രേഡ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കമ്മീഷൻസ് വേറെ ജനറേറ്റ് ആവും. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പുറകെയുണ്ട്. സ്റ്റേക്കിങ്ങിൻ്റെ എക്സാക്ട് ആപ്ലിക്കേഷൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഞാനത് ചെയ്താലോ, ഇതിൻ്റെ കൂടെ തന്നെ ചെയ്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ അത് രണ്ടിനും ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ലെങ്ത് ചെയ്യുമ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇതിലിപ്പോൾ ഈ ONT എന്ന് പറഞ്ഞ കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കത് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ ഈ സ്റ്റേക്ക് നൗ എന്നുള്ള ബട്ടൺ ഞെക്കാം. നമുക്കിവിടെ ഇവിടെ ബട്ടൺ ഞെക്കാം. നമുക്ക് തന്നെ ഓരോ ഡെയിലി ഇൻട്രസ്റ്റ് കാണി നമുക്ക് 30 days 60 days 90 days നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം സ്വിച്ച് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഡിഫറൻസ് എന്ന്. ഇപ്പോൾ നമ്മൾ 30 daysലേക്കാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ 5.21 ആണ് ഇൻട്രസ്റ്റ് ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു 90 daysലേക്കാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ 10.34% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇത് ആനുവൽ ഇൻട്രസ്റ്റ് ആണ്, 90 daysലേക്കല്ല. അപ്പോൾ 90 days 360/90, അപ്പോൾ ഇതിൻ്റെ 1/4 നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്കിവിടെ നോക്കാവുന്ന മിനിമം എത്രയാണ് ഒരു ONT ഏതാണ് നമുക്ക് മിനിമം സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കണമെങ്കിൽ ഈ ചെക്ക് എന്നുള്ളതിൽ അല്ലെങ്കിൽ ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. സ്റ്റേക്ക് ഡേറ്റ് അത് ഇന്നത്തെ ഡേറ്റാണ് വരുന്നത്. സ്റ്റേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളത്തെ ഡേറ്റിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഡെയിലി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് തന്നെ നമ്മൾ മൊത്തം എമൗണ്ട് ചെയ്യണമെങ്കിൽ, ഞാൻ ഇപ്പോൾ എൻ്റെ ബിറ്റ്കോയിൻ ഉണ്ട്, അത് കൃത്യമായിട്ട് അതിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, നമുക്കിവിടെ ബിറ്റ്കോയിൻ്റെ ഏതെങ്കിലും സ്റ്റേക്കിംഗ് ഓപ്ഷൻസ് അവൈലബിലിറ്റി ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. BTC എന്നടിച്ചു. ബിറ്റ്കോയിൻ ഒന്നും നോർമൽ സ്റ്റേക്കിംഗ് ഇല്ല. ഓക്കെ, സ്റ്റേക്കിംഗ് ബേസിക്കലി 2 തരമുണ്ട്. സ്റ്റേക്കിംഗ് ഉണ്ട്, DeFi സ്റ്റേക്കിംഗ് ഉണ്ട്. നമുക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. ഞാൻ എന്താ ബേസിക് പറയാം. ഇത് തമ്മിൽ ഡിഫറൻസ്. DeFi സ്റ്റേക്കിൻ്റെ അകത്ത് ബിറ്റ്കോയിൻ ഉണ്ടോ നോക്കാം. ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു കുറച്ച് ഇന്നലെയൊക്കെ നോക്കി ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് സ്റ്റേക്കിംഗ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റേക്കിങ്ങും DeFi സ്റ്റേക്കിംഗ് തമ്മിലുള്ള പ്രൈം വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ സ്റ്റേക്ക് ചെയ്യുകയാണ്, നമ്മൾ മൈൻ ചെയ്യാനായിട്ട് കൊടുക്കുവാണ്. പക്ഷേ DeFi സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു തേർഡ് പാർട്ടിയുടെ കയ്യിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് DeFiയുടെ ഫുൾ ഫോം ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് സ്റ്റേക്കിംഗ് എന്നാണ്. അതായത് നമുക്കറിയാത്ത ഏതോ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലേക്ക് നമ്മൾ നമ്മുടെ കോയിൻസ് സ്റ്റേക്ക് ചെയ്യാൻ കൊടുക്കുവാണ്. നമ്മുടെ കേസിൽ ബാങ്കിൻ്റെ കേസിലാണ് നമുക്കൊരു ഗ്യാരണ്ടി പറയാം. ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു RBI എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങാനും നമ്മൾ ബാങ്ക് ലോൺ കൊടുത്ത ആൾക്കാർ അവരെ ബാങ്കിനെ പറ്റിച്ച് പോയി ബാങ്ക് പൂട്ടിപ്പോയാലും, നമുക്കിപ്പോൾ എനിക്കാണ് 1 ലക്ഷം രൂപയോളം കണ്ട് മിനിമം RBI ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം നോക്കാൻ 1 ലക്ഷം രൂപയിൽ തിരിച്ചു കിട്ടും. പക്ഷേ ഈ DeFi സ്റ്റേക്കിൻ്റെ കേസിൽ ഇങ്ങനെ ഒരെണ്ണം പറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയ റിസ്ക് ഉണ്ട് DeFi സ്റ്റേക്കിങ്ങിൻ്റെ കേസിൽ. പക്ഷേ നല്ല വലിയ റിട്ടേൺസ് കിട്ടും. പിന്നെ ബൈനാൻസിൻ്റെ കേസ് പറയുവാണെങ്കിൽ, ബൈനാൻസ് ഒരു നോട്ട് ആദ്യമേ പറയുന്നത് ഇവർക്ക് അതിൻ്റെ അകത്തൊരു ഗ്യാരണ്ടി ഇല്ല എന്നാണെങ്കിൽ പോലും അത്യാവശ്യം വിശ്വസിക്കാവുന്ന ആൾക്കാരുടെ സ്റ്റേക്കിങ്ങാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം അവരുടെ തന്നെ ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന സ്റ്റേക്കിംഗ് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ. നമുക്കപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സ്റ്റേക്ക് നൗ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം.
അവൈലബിൾ കോട്ട എന്ന് പറഞ്ഞാൽ 0.01 BTC ആണ്. മിനിമം നമ്മൾ 0.001 BTC ചെയ്യണം. എൻ്റെ അബൌട്ട് ഒരു അവൈലബിലിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അബൌട്ട് 0.303092. അപ്പോൾ എനിക്ക് ഒരു 3 BTC വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റേക്ക് ഡേറ്റ് എന്താണെന്ന്, അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്ന്, ഡെയിലി അക്യുലേറ്റ് അബൌട്ട് ഒരു 8.19% നമുക്ക് ഇത് ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി ഫ്ലെക്സിബിൾ എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കാണാൻ സാധിക്കും ഇൻട്രസ്റ്റ് റേറ്റ് 1.2% പറഞ്ഞു. ഈ ഫ്ലെക്സിബിളും ഫിക്സഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിക്സറിൻ്റെ കേസിൽ 60 ഡേയ്സിലേക്ക് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരിക്കും, നമുക്ക് യാതൊന്നും കിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു 59ാം ദിവസമാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാൾ അക്യുമുലേറ്റ് ചെയ്ത എല്ലാ ഇൻട്രസ്റ്റും പോകും. പക്ഷേ ഈ ഫ്ലെക്സിബിളിൻ്റെ കേസിൽ നമ്മളിപ്പോൾ 2 ദിവസം ആണ് നമ്മുടെ ബ്ലോക്കായി കിടക്കുന്നത്. 3-ാം ദിവസം നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാലും അന്ന് വരെ, അതായത് 2-ാം ദിവസം വരെയും ഏൺ ചെയ്ത് നമുക്ക് കിട്ടും. 4-ാം ദിവസം, ഇപ്പോൾ 3-ാം ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 4-ാം ദിവസം ഇതെല്ലാം വിഡ്രോ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക്, വാലറ്റിലേക്ക് തന്നെ ഈ ഹോൾഡിങ്സ് എല്ലാം തിരിച്ചു വരുന്നതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ പക്ഷേ ഫ്ലെക്സിബിളിന് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും ഫിക്സഡിനെ സംബന്ധിച്ച്. നമുക്ക് പിന്നെ നമുക്ക് ചെയ്യുന്ന അതിനെ തന്നെ നമുക്ക് നോക്കാം. ഞാനത് ബാക്കിലേക്ക് ഒന്നും ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മളുടെ ഹോൾഡിങ്സിലെ മൊത്തം എമൗണ്ട് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ മാക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മാക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടോട്ടൽ എത്രയുണ്ടോ അത്രയും നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ബൈ കാൽക്കുലേഷൻസ് ഒക്കെ നോക്കാം. അതായത് ഞാനിപ്പോൾ സ്റ്റേക്ക് ചെയ്യുവാണെങ്കിൽ, സ്റ്റേക്ക് ചെയ്യാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് 4/10 നാളത്തെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഡേ നമുക്ക് വെച്ച് ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കും. അതായത് എസ്റ്റിമേറ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.0000416 BTC ആണ് നമുക്ക് മൊത്തം 60 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഈ 60 ദിവസം കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ BTCയുടെ പ്രൈസ് ഒത്തിരി അങ്ങ് കൂടി, അപ്പോൾ നമ്മൾ വിചാരിക്കുവാണ് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുവരെയും അക്യുമുലേറ്റ് ചെയ്ത് എല്ലാം 0 ആയിപ്പോകും. പിന്നെ നമുക്കൊന്നും അതിനകത്ത് ചെയ്യാനുണ്ടാവത്തില്ല. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റേ ഷിബ് ചെയ്തേക്കുന്നത് 10 ദിവസത്തെയാണ്. പക്ഷേ ഇതിനകത്ത് 10 ദിവസമൊന്നും ഇല്ല. 10 ദിവസമൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഒന്നുമില്ല. 10 ദിവസം കൊണ്ട് വലിയ മാറ്റമൊന്നും പ്രൈസ് വരത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെ ഐ എഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിയിൽ കൺഫേം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അടിയിൽ നമുക്ക് ഒത്തിരി സമയമുണ്ട്. ഓക്കെ, ഞാൻ നമ്മൾ ഈ കൺഫേം എന്നുള്ള ബട്ടണിൽ ഞെക്കുക. ഞെക്കി കഴിയുമ്പോൾ ഇത് സ്റ്റേക്കിങ്ങിലേക്ക് പോകും. ഞാൻ അത് ചെയ്ത് കാണിക്കാം. കൺഫേം ചെയ്തു. ഇപ്പം നമുക്ക് കാണുന്നത് സ്റ്റേക്ക് സക്സസ്ഫുള്ളി. ഇനി അവിടെ വാലറ്റിനകത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേക്ക് ഡേറ്റ് കാണാൻ സാധിക്കും. ഇന്നത്തെ ഡേറ്റിലായിട്ടുണ്ട്. ഇത് റിഡംഷൻ ചെയ്യണമെങ്കിൽ ജൂൺ 17 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് സ്റ്റേക്ക് ചെയ്ത ഫുൾ എമൗണ്ട് കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ വാലറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വാലറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് വന്നിട്ടില്ല. ഓക്കെ, സ്പോട്ടിൽ നമുക്ക് നോക്കാം. സ്പോട്ടിൽ ഇവിടെ സ്പോട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഓർവിയിലോട്ടെ എണീസിനകത്ത് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റിഫ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ലോക്ക്ഡ് DeFi സ്റ്റേക്കിംഗ് ആണ് കിടക്കുന്നത്. 8.19% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇത് ക്യുമുലേറ്റ് ഇന്ന് ചെയ്താൽ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല എത്ര എമൗണ്ട് എന്നുള്ളത് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ നമ്മളിപ്പോൾ കോയിൻ മേടിച്ച് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് സ്റ്റേക്കിംഗ് എന്നുള്ളത്. DeFiക്ക് ആകുമ്പോൾ ചെറിയ റിസ്ക് ഉണ്ട്. ഞാനത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇത് എനിക്ക് വേണ്ടി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസിന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ അത്ര വലിയൊരു എക്സ്പെർട്ടൊന്നും അല്ല ക്രിപ്റ്റോയുടെ കാര്യത്തിൽ, പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. കമൻറ്റ് പിന്നെ അക്കൗണ്ട് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ലിങ്ക് കിടക്കുന്നുണ്ട്, അതിൽ വെച്ച് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.